സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ 118.26 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ പ്രതിദിന ഉപയോഗം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അലക്സ്, ഇന്നലെ രാത്രിയും ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് നിയമനപ്പേരിൽ പറയുന്ന നിയന്ത്രണം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും രാക്കാലങ്ങളിൽ ജനം വിയർത്തത് അനുഭവിക്കുന്നുമുണ്ട്. എന്തായാലും ഉപയോഗം സർവകാല റെക്കോർഡിൽ, കറണ്ട് വാങ്ങുന്ന നിരക്കും സർവകാല റെക്കോർഡിൽ, അല്ലേ അലക്സ്? ഹാഷ്മി, തീർച്ചയായും ഏപ്രിൽ 17 രേഖപ്പെടുത്തിയ ഏപ്രിൽ 18 രേഖപ്പെടുത്തിയ 117.15 ദശലക്ഷം യൂണിറ്റ് എന്ന വൈദ്യുതി നിരക്കായിരുന്നു ഇതുവരെയുള്ള സർവകാല റെക്കോർഡ്. പക്ഷേ അത് ഇന്നലെ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഈ കഠിനമായ ചൂട് തുടരുന്നതിനിടെ വൈദ്യുതി ഉപഭോഗത്തിലും വലിയ വർധനവ് തുടരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഇന്നലത്തെ പ്രതിദിന മൊത്ത വൈദ്യുതി ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റാണ് എന്ന് KEB വ്യക്തമാക്കുന്നുണ്ട്. അത് സർവകാല റെക്കോർഡാണ്. അതിൽ തന്നെ ഏതാണ്ട് 27 ദശലക്ഷത്തോളം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചത്. അതായത് ആഭ്യന്തര ഉൽപ്പാദനം അത്ര മാത്രമാണ്. ബാക്കി പുറത്തുനിന്ന് കണ്ടെത്തിയതാണ്. ഏറെക്കുറെ 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തുനിന്ന് കേരളം കണ്ടെത്തിയതാണ്. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയാകട്ടെ 5932 മെഗാവാട്ടായി ഉയരുകയും ചെയ്തു. അതായത് 6000 മെഗാവാട്ടിനടുത്തേക്ക് ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത ഉയരുകയും ചെയ്തു എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും, അതല്ല സ്വയം നിയന്ത്രണം വേണമെന്ന് ജനങ്ങളോട് പറയുമ്പോഴും സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നു എന്നുള്ളതാണ് പ്രതിദിന കണക്ക് സൂചിപ്പിക്കുന്നത്. കൃത്യമായ പ്രതിസന്ധി വൈദ്യുതിയിലുണ്ട്. അതായത് KEB നേരിടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ KEBക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് അനുമതി നൽകിയിരുന്നു. പക്ഷേ അതിനുള്ള പ്രശ്നം നിലവിൽ ഡാം വ്യവസ്ഥയിൽ, അതായത് ഡേ അഹഡ് മാർക്കറ്റ് എന്ന വ്യവസ്ഥയിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റിൽ വൈദ്യുതി ലഭ്യമല്ല. അതായത് ദേശീയ തലത്തിൽ സംസ്ഥാനാന്തര വൈദ്യുതി വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് ഈ ചൂട് ഇങ്ങനെ കൂടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വൈദ്യുതി വാങ്ങുന്നതിന് ബുദ്ധിമുട്ട് നിലനിൽക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ദേശീയ തലത്തിൽ ആ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ 250 മെഗാവാട്ട് പ്രതിദിനം വാങ്ങാനുള്ള അനുമതി നൽകിയെങ്കിൽ പോലും സംസ്ഥാനത്തിന് അത് കഴിയുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ പകരം എന്ത് എന്നുള്ളതാണ് KEB ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി KEBയുടെ കോർ കമ്മിറ്റി ചേരുന്നുണ്ട്. ഉന്നതതല യോഗങ്ങൾ ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. മറ്റ് സമാന്തര മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട്. 3ഓളം സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KEB കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവരോട് ഈ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച തുക, അതായത് യൂണിറ്റിന് 10 രൂപയിൽ താഴെയാണ്, ആ തുകയ്ക്ക് അവർ വൈദ്യുതി നൽകാൻ തയ്യാറുണ്ടോ എന്നുള്ള കാര്യം അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് KEB വ്യക്തമാക്കുന്നത്. വൈദ്യുതി ഡിമാൻഡുള്ള സമയമാണ്. അപ്പോൾ 10 രൂപയിൽ താഴെ എന്ന് പറയുന്ന തുകയ്ക്ക് കിട്ടുമെന്ന കാര്യം അറിയില്ല. 250 മെഗാവാട്ട് തന്നെ കഷ്ടപ്പെട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം കൊടുത്തത്. അത് ആവട്ടെ പുറത്തു പോയപ്പോഴേക്കും ആ വൈദ്യുതി തൊട്ട് പുറത്ത് എക്സ്ചേഞ്ചുകൾ കിട്ടാനുമില്ല. അതാണ് അവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.